വിഷു ആദ്യമായിട്ടല്ല വരണത്. 5128 കലിവർഷമാണ്. ഇനി വിശ്വാസിയാണെങ്കിൽ കൃഷ്ണൻ. ഇത്തിരി വിശ്വാസം കുറവാണ്, ഓടക്കുഴലും പീലിയും മതി, അത്രയൊക്കെ വെച്ചുകൊണ്ട് നമുക്കറിയാം ഒരു മഞ്ഞത്തുണി ധാരാളമായി. ആ ഫോട്ടോ വെച്ചിട്ട് വലിയ ഇലയിൽ കുന്നോളം മന്തി വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ കോഴി അങ്ങനെ നിർത്തി പൊരിച്ച് ഒരു കുട്ടിയാണ് ഇതിൻ്റെ പിന്നിലിരുത്തിയിരിക്കുന്നത്. ഒരു കുട്ടിക്കൃഷ്ണനെ ഇതിൻ്റെ പിന്നിലിരുത്തി. ഇനി നമുക്ക് കുഴിമന്തി വിവാദത്തിലേക്ക് നമുക്ക് വരാം. വിഷുവിന് കുഴിമന്തി വിവാദം, ടീച്ചറെ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പരസ്യം സാധാരണയാണ്. എന്തിനാണ് പരസ്യം? സ്വന്തം വിഭവം വിറ്റഴിക്കാനാണ്. വിറ്റഴിക്കണമെങ്കിൽ ഇത് വാങ്ങുന്നവനെ പ്രീതിപ്പെടുത്തണമല്ലോ. തൻ്റെ മുതൽ കൂടുതൽ വിറ്റഴിക്കാനല്ലേ പരസ്യം നടത്തുക. പക്ഷേ ഈ വിഷു നാളിൽ 9ഓളം സ്ഥാപനങ്ങൾ, അത് കേരളത്തിനകത്തും പുറത്തുമുണ്ട്. ബാംഗ്ലൂരുണ്ട്, ചേർത്തലയാണ് നമ്മൾ ആദ്യം കണ്ടത്. ചേർത്തലയുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തലശ്ശേരിയുണ്ട്, ബാംഗ്ലൂരുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ 9ഓളം സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ വിഷുവിന് ആശംസാ കാർഡ് ഇറക്കിയത്. വിഷു ഇതേപോലെ 9 സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷു ആദ്യമായിട്ടല്ല വരണത്. 5128 കലിവർഷമാണിത് ഈ വർഷത്തെ. ഈ വർഷം വിഷുവോടുകൂടി 5128 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിഷു അല്ല ഇത്. മറ്റ് വിഷുകൾക്കൊക്കെ ഇവർ ആശംസ നേർന്നിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഈ വർഷത്തെ ഈ വിഷു ആശംസയിൽ ഇപ്പോൾ ഒരു ക്രിസ്മസ് ആശംസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതു രീതിയുണ്ട് അല്ലേ. കുറച്ച് നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു പാപ്പ, ഒരു കേക്കിൻ്റെ രൂപം, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ക്രിസ്മസ് ആശംസ നമ്മൾ നേരുക. ഒരു റംസാൻ ആശംസ എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രക്കലി നക്ഷത്രം അല്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില ഇത് വെച്ചുകൊണ്ടാണ്. പൊതുവെ അവർക്ക് പ്രതീകങ്ങൾ കുറവാണ്. നമ്മൾ ആശംസ നേരം, അല്ലെങ്കിൽ ഒരു നിലാവിൻ്റെ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അവർക്ക് ആശംസ നേരം. ഓണം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടാണെങ്കിൽ ഒരു കൊടവയറൻ മഹാബലി, തെറ്റാണ്. അങ്ങനെ ഒരു മഹാബലി ഇല്ല, കൊടവയറൻ മഹാബലിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ കോമാളിയാക്കിയിട്ടൊരു മഹാബലിയെങ്കിലും നമ്മൾ വെക്കും, പൂക്കളം ഇടും, തൃക്കാക്കരപ്പനെ വെക്കും അല്ലേ, ഊഞ്ഞാലിൻ്റെ ചിത്രം വെക്കും, കഥകളി, ഇതൊക്കെയാണ് നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ. വിഷുവിന് കണിക്കൊന്ന, കണിവെള്ളരി അല്ലേ. ഇനി വിശ്വാസിയാണെങ്കിൽ കൃഷ്ണൻ. ഇത്തിരി വിശ്വാസം കുറവാണ്, ഓടക്കുഴലും പീലിയും മതി, അത്രയൊക്കെ വെച്ചുകൊണ്ട് നമുക്കറിയാം ഒരു മഞ്ഞത്തുണി ധാരാളമായി. ഇങ്ങനെയൊക്കെയാണ് ചില ഐക്കണുകൾ നമ്മുടെ ഇലയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കുറെ കണ്ടത് എന്താ? കൃഷ്ണൻ്റെ ഫോട്ടോ, അതും മനസ്സിൽ ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ. അതൊക്കെ അമ്മമാരുടെ മനസ്സിൽ അത്രയും വാത്സല്യമാണ് ആ കുട്ടി. ആ ഫോട്ടോ വെച്ചിട്ട് വലിയ ഇലയിൽ കുന്നോളം മന്തി വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ കോഴി അങ്ങനെ നിർത്തി പൊരിച്ച് ഒരു കുട്ടിയാണ് ഇതിൻ്റെ പിന്നിലിരുത്തിയിരിക്കുന്നത്. ഒരു കുട്ടിക്കൃഷ്ണനെ ഇതിൻ്റെ പിന്നിലിരുത്തിയിട്ട് അതത്ര നിഷ്കളങ്കമാണെന്ന് പറയാൻ വയ്യ. ആനത്തലയോളം വെണ്ണ തരാമട നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കൃഷ്ണനോട് പറയാം. ആനത്തലയോളം മന്തി തരാമട എന്ന് എവിടെയാരും പ്രാർത്ഥിച്ചിട്ടില്ല. കണി കാണുന്ന നേരം കമലാനേത്രൻ്റെ കമനീയ രൂപ കണ്ട്, അല്ലാതെ മന്തി വെച്ചിട്ടുള്ള രൂപമാണെന്നല്ല.